ഞാൻ ദിവ്യ സി സി റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സമൂസയാണ് കേട്ടോ. അത് പനീർ സമൂസയാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പനീർ 100 ഗ്രാം ചെറിയ പീസ് ആക്കിയത്, ഗ്രീൻ പീസ് 1/2 കപ്പ്, സബോള ഒരു ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണം കൊത്തി അരിഞ്ഞത്, ഇതൊരു സ്പൂണോളം മതിയായിരിക്കും, പച്ചമുളക് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട്, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ചാറ്റ് മസാല, ഇതെല്ലാം കുറേശ്ശെ മതി കേട്ടോ, ഒരു 1/4 സ്പൂൺ വെച്ച്. പിന്നെ മല്ലിയില ആവശ്യത്തിന്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വേണ്ടത് എണ്ണ. 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞത്, സവോള ചേർത്തെടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ചാട്ട് മസാല എന്തോ നമുക്ക് ഇതിനകത്തേക്ക് മട്ടർ പതിയെ നോക്കിയിട്ടുണ്ട്. ഞാൻ ആ മട്ടർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ട് കൊടുക്കാം. എല്ലാ ആവശ്യം നല്ലോണമായി വെള്ളമൊക്കെ ഒഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് ഞാൻ മൈദ കുഴച്ച് പരത്തിയെടുത്തേക്കാണ്. അത് വെച്ചിട്ട് ഷീറ്റ് നമുക്ക് ഉണ്ടാക്കാം. വെറുതെ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് എടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇത് മൊരിയാനോ അങ്ങനെയൊന്നും വേണ്ട. 2 പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. കുക്കാവണ്ട, ഇത് ജസ്റ്റ് ആ ഒരു ഇതായാൽ മതി. ഉണങ്ങാനേ പാടില്ല. ഇത് ജസ്റ്റ് 1 2 3 ഇത്രയും പീസസ് ആക്കും. താഴെയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഷീറ്റാണ് ഞാൻ പറഞ്ഞത്. നമ്മളിവിടെ ഇങ്ങനെ മാവ് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ച്, ഇപ്പോൾ പൊട്ടത്തില്ല, കറക്റ്റായിട്ട് വന്നോളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മാവ് എടുത്ത് വയ്ക്കാം. നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടത് ഇങ്ങനെ നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് ഫില്ല് ചെയ്യാം. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിപ്പോൾ ചെറിയൊരു ഷേപ്പിന് ഇത് വരും. നമ്മളുണ്ടാക്കിയതല്ലേ, അപ്പോൾ അതിൻ്റേതായൊരു ഇത് വരും. എന്നാൽ പോലും കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ നമ്മൾ ആ മൈദയിൽ വെള്ളം ചേർത്ത് കുഴച്ച് വെച്ചിട്ട് ആ മൈദയുടെ മാവുണ്ടല്ലോ, അത് പതിയെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇൻ കേസ് നിങ്ങളിത് ചൂടാകുമ്പോൾ കൂടുതലായിട്ട് ചൂടായിട്ടുണ്ട്, അതിങ്ങനെ നീണ്ട് പൊട്ടുന്ന പോലെ ഫീൽ ചെയ്താൽ ആ ഭാഗത്ത് നിങ്ങൾ ഈ മൈദമാവ് ഇതുപോലെ തന്നെ ചേർത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെ നമുക്കൊരു പൊടിക്ക് കൂടുതലായിട്ട് അങ്ങനെ വഴിയെ കട്ട് ചെയ്ത് മാറ്റാൻ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും മാറ്റി കളയാം. ഇതിങ്ങനെ, കാരണം നമുക്കിതും വീട്ടിലുണ്ടാക്കുന്ന സ്ട്രീറ്റ് ആകുമ്പോൾ അത്ര കറക്റ്റ് കഴിയുന്നുള്ളൂ, പരത്തി എടുത്ത് വരുന്നത്. അപ്പം അതിൻ്റെതായ ചെറിയ മാറ്റങ്ങൾ വരും. പിന്നെ എന്തെങ്കിലും അവിടെ പതിയെ മൈദ വെച്ചിട്ട് 2 മിനിറ്റ് നമ്മളവിടെ വെച്ച് കഴിയുമ്പോൾ ഇത് സെറ്റായിരിക്കും. ഇത് പൊട്ടി പോകത്തൊന്നുമില്ല, വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിങ്ങനെ മാവ് തേച്ച് കൊടുക്കുക നന്നായിട്ട്. ഒത്തിരി വേണ്ട, ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ട ചന്തയുണ്ടായിരുന്നു. നമ്മൾ പൊട്ടിപ്പോയൊന്നുമില്ല, നന്നായിട്ടായിട്ടുണ്ട്.
നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടോ പനീർ സമൂസ എങ്ങനെ ഉണ്ടാക്കണേന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതൊക്കെ എരിവൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വലിയ ആളുകൾക്കാണ് ഇത് വേണ്ടതെങ്കിൽ ഇതിന്റെ ടേസ്റ്റിന് ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല, അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി, അങ്ങനെ കുറച്ച് ഇത് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ ആളുകൾക്കും കൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതിപ്പം അധികം എരിവില്ലാതെ കുട്ടികൾക്ക് മാത്രം കഴിക്കാവുന്ന ഒരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടേസ്റ്റിലേക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.